കത്തോലിക്കരുടെ ആരാധനാ സമ്പ്രദായത്തിൽ മറിയ ഭക്തിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം അതായത് ബൈബിളിലില്ലാത്ത ദൈവമാതാവായ ഒരു കത്തോലിക്ക മറിയം പെയ്ഗൺ ദേവതാ സങ്കല്പത്തിൻ്റെ ഒരു സമ്പൂർണതയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. സ്ത്രീ ദൈവങ്ങളുടെ സാന്നിധ്യം പേഗൻ വിശ്വാസ ലോകത്ത് വളരെ ശക്തമായിരുന്നു. അങ്ങനെ അർത്തേമിസ് ദേവിയുടെ അനുയായികൾ എഫേസോസിൽ വെച്ച് പൗലോസിനെ എതിർക്കുന്നതായി നാം കാണുന്നുണ്ട്. ക്രിസ്തു വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ ഫലമായി ഈ ദേവതകളെല്ലാം പുറത്താക്കപ്പെട്ടു. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനികളായി രൂപാന്തരം പ്രാപിക്കാതെ ക്രിസ്തു മതത്തിൽ അകപ്പെട്ടവർ പുറത്താക്കപ്പെട്ട ഈ ദേവതകളുടെ അഭാവത്തിൽ ഒരു സ്ത്രീ ദൈവത്തിനായി ദാഹിച്ചുകൊണ്ടിരുന്നു. ക്രിസ്തു മതത്തിലെ ഈ സാത്താനീയ ജാതീയ മനസ്സിൻ്റെ ദാഹവും ശൂന്യതയും നികത്തുവാൻ അവതരിക്കപ്പെട്ട പുത്തൻ ദേവതയായിരുന്നു മറിയ സങ്കല്പങ്ങൾ. അങ്ങനെ ക്രിസ്തുമതം പുറത്താക്കിയ ദേവതകളുടെ സ്ഥാനത്തേക്ക് അവയേക്കാളും ശക്തമായ സ്ത്രീ ദൈവമായി മറിയം ഉയർന്നു വന്നു. മറിയം എന്ന ആ പേര് ഉയർന്നു വന്നു. പുരുഷ ദൈവം മാത്രമുണ്ടായിരുന്ന ക്രിസ്തുമതത്തിൽ സ്ത്രീ ദൈവമായി വിശ്വാസികൾ മറിയത്തെ സ്വീകരിച്ചു. വിശ്വാസികൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസമില്ലാത്ത മതഭക്തരാണ് അങ്ങനെയൊരു കുടുക്കിലേക്ക് അകപ്പെട്ടു പോയത്. അങ്ങനെ കത്തോലിക്ക ഓർത്തഡോക്സ് സഭകളിൽ മറിയ ആരാധന സജീവമായി. ക്രിസ്തുശാസ്ത്രത്തെ കടത്തിവെട്ടി മരിയ ശാസ്ത്രം അഥവാ മറിയ വിജ്ഞാനീയം വികസിച്ചു. ബൈബിളിലില്ലാത്ത മറിയത്തെ പറ്റിയുള്ള കഥകൾ വികസിപ്പിച്ചെടുത്തു. ബൈബിളിൽ പറയപ്പെടാത്ത മറിയത്തിൻ്റെ ജനനം, മാതാപിതാക്കൾ, മരണം എന്നിവയെപ്പറ്റി ആകർഷകമായ വിശ്വാസ പാരമ്പര്യങ്ങൾ വിശ്വാസ പ്രമാണങ്ങളായി നിർമ്മിക്കുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അന്നായും ജോവാഖിയുമാണ് മറിയയുടെ അമ്മയും അച്ഛനുമെന്ന വിശ്വാസ പാരമ്പര്യമുണ്ടായി. വാർദ്ധക്യത്തിലാണ് അന്ന പ്രസവിച്ചതെന്നും മറിയത്തിൻ്റെ ജനനത്തെപ്പറ്റി അന്നയ്ക്ക് ദൈവിക ദർശനമുണ്ടായെന്നും പ്രചരിപ്പിക്കപ്പെട്ടു. ക്രമേണ അന്നയെയും ജോവാഖിമിനെയും ഒക്കെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ക്രമേണ മറിയ കഥകൾ ജനകീയ വിശ്വാസമായി വളരുകയും സഭകളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. തുടർന്ന് പിന്നീട് അർത്തേമിസ് ദേവിയുടെ നാടായ എഫേസോസിൽ വെച്ച് തന്നെ മറിയത്തെ ദൈവമാതാവാക്കി. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസായിരുന്ന നെസ്തോറിയൂസും അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്ന സിറിലും തമ്മിലുണ്ടായ ദൈവശാസ്ത്ര യുദ്ധത്തിൽ സിറിൽ തട്ടിയെടുത്ത അന്യായ വിജയത്തിൻ്റെ ഫലമായി 5-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ പേഗൻ സങ്കര സങ്കല്പങ്ങളുടെ മൂർത്തീഭാവമായി മറിയത്തെ ദൈവമാതാവായി സഭയിൽ ഔദ്യോഗികമായി അംഗീകരിച്ചു. ദൈവമാതാവ് എന്നർത്ഥമുള്ള തെയോത്തോക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ പേരിൽ തർക്കം നടന്നു. മറിയം മനുഷ്യനായ യേശുവിൻ്റെ അമ്മ മാത്രമായതിനാൽ മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കാനാവില്ലെന്ന് നെസ്തോറിയൂസ് വാദിച്ചു. യേശുവിൻ്റെ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും വേർതിരിക്കാനാവില്ല എന്നതിനാൽ മറിയം ദൈവത്തിൻ്റെ അമ്മയാണെന്ന് സിറിലും വാദിച്ചു. കത്തോലിക്ക സഭ സിറിലിൻ്റെ പക്ഷം ചേർന്ന് മറിയത്തെ ദൈവമാതാവാക്കുകയും പാത്രിയർക്കീസായ നെസ്തോറിയോസിനെ സഭാഭ്രഷ്ടനാക്കി പീഡിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സഭയിൽ പേഗനിസം വിജയിച്ചു. തുടർന്ന് അർത്തേമിസ് ദേവിയുടെ സ്വദേശമായ എഫേസോസിൽ വെച്ച് അന്നത്തെ സഭക്കാർ 431 മറിയത്തെ ദൈവമാതാവായി പ്രഖ്യാപിച്ചു. അങ്ങനെ ആദിമസഭയുടെ സുവിശേഷ മുന്നേറ്റത്തിൽ തകർന്നടിഞ്ഞ് നഷ്ടമായ എഫേസോസിലെ ഡയാനയുടെയും റോമിലെ ജൂണോ ദേവിയുടെയും ദേവതാഭാവത്തെ മറിയത്തിലൂടെ ജനഹൃദയങ്ങളിൽ പുനഃസ്ഥാപിക്കുവാൻ കത്തോലിക്ക സഭയ്ക്ക് കഴിഞ്ഞു. അതൊരു ദൗർഭാഗ്യകരമായ സംഭവ വികാസമായിരുന്നു എന്ന് പിൽക്കാലത്ത് തെളിഞ്ഞു. അക്കാലത്തെ സകല ദേവികളുടെയും ദേവതാ സങ്കല്പങ്ങളെ ആവാഹിച്ചുൾക്കൊള്ളുവാൻ മറിയത്തിന് നൽകപ്പെട്ട ദേവതാ സങ്കല്പത്തിന് കഴിഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. തുടർന്ന് കത്തോലിക്ക സഭ ഔദ്യോഗികമായി സംവിധാനം ചെയ്ത മറിയ ആരാധനയിലൂടെയും മറിയത്തിൻ്റെ തിരുസ്വരൂപങ്ങളിലൂടെയും പുറജാതി ദേവതാ ആരാധകരും
ദേവതാത്മാക്കളും സഭയിലേക്ക് ആകർഷിക്കപ്പെട്ടു. അങ്ങനെ സഭയിലേക്കൊരു കുത്തിയൊഴുക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ വിജാതീയ വിഗ്രഹാരാധനയും ദേവതാ ആരാധനയും കത്തോലിക്ക സഭയിലൂടെ ദൈവമാതാവായ മറിയത്തിലൂടെ ആധുനികവൽക്കരിക്കപ്പെട്ടു. അങ്ങനെ ദൈവമാതാവായി തീർന്ന മറിയത്തിന് സഭയ്ക്ക് പുറത്തും വിജാതീയരുടെ മധ്യത്തിലും സ്വീകാര്യതയുണ്ടായി. മറിയത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുവാൻ കത്തോലിക്ക മതം മറിയത്തെ സ്വർഗരാജ്ഞി പദവിയിലേക്ക് ഉയർത്തി. മറിയം ജന്മപാപമില്ലാത്തവളാണെന്നും ഉടലോടെ സ്വർഗത്തിലേക്ക് പോയെന്നും വത്തിക്കാൻ പിന്നീട് പ്രഖ്യാപിച്ചു. മറിയം എക്കാലത്തും കന്യകയായിരുന്നു എന്ന ബൈബിളിൽ ഇല്ലാത്ത തത്വം കത്തോലിക്ക സഭ വികസിപ്പിച്ചെടുത്ത് ജനത്തെ കൊണ്ട് അത് വിശ്വസിപ്പിച്ചു. അങ്ങനെ ദൈവപുത്രനേക്കാൾ ഉന്നതമായ സ്ഥാനം ദൈവമാതാവിന് നൽകിക്കൊണ്ട് ക്രൈസ്തവ ദൈവത്തെയും ദൈവപുത്രനെയും അട്ടിമറിക്കുവാൻ സാത്താന് കഴിഞ്ഞു. എന്നാൽ ദൈവപുത്രനായ ക്രിസ്തു ഈ മഹതിയാം ബാബിലോണിനെ ന്യായം വിധിക്കുന്ന കാര്യം വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അത് ഒരു മറിയ മതമാണ്. അവിടുത്തെ ഏറ്റവും പ്രധാന വ്യക്തി, നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം മറിയത്തിൻ്റേതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കത്തോലിക്ക സഭയിൽ മറിയത്തിന് തുല്യമായ സ്വീകാര്യതയും ആവേശവും യേശുവിനില്ലാത്തതിനാൽ കത്തോലിക്ക മതം മറിയ മതമാണ്. അമ്മ ദൈവാരാധനയ്ക്കുള്ള മനുഷ്യ മനസ്സിൻ്റെ പ്രവണതയുടെ പ്രകടനമാണ് കൊടുങ്ങല്ലൂരമ്മയും വല്ലാർപാടത്ത് അമ്മയുമൊക്കെ. മറിയാരാധന വിവിധ സാംസ്കാരിക സാഹചര്യങ്ങളിൽ അതാത് നാടിൻ്റെ പേരും അനുഭവങ്ങളുമായി ചേരും വിധം ലയിപ്പിച്ച് ആവിഷ്കരിക്കപ്പെടുന്നു. അങ്ങനെ ദൈവം മാത്രമുണ്ടായിരുന്ന ക്രിസ്തു സഭയിൽ മറിയാരാധനയിലൂടെ ദേവതാ സങ്കല്പങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടു. അങ്ങനെ ഇസ്രായേലിലെ മറിയം കേരളക്കരകളിൽ കൊരട്ടിമുത്തിയായും വേളാങ്കണ്ണി മാതാവായും വല്ലാർപാടത്തമ്മയായും കുറവിലങ്ങാട് മുത്തിയമ്മയായും അമലോത്ഭവ മാതാവായും ഫാത്തിമ മാതാവായും ഉത്തരീയ മാതാവായും യാകുല മാതാവായും ഒട്ടക മാതാവായും അങ്ങനെ അനേക തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും വിശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. കാലക്രമേണ മറിയഭക്തി കൂടുതൽ തീവ്രമായി. അങ്ങനെ ഇന്ന് മറിയം ഭൂമിയിലെ രാജ്ഞി മാത്രമല്ല, സ്വർഗത്തിലെ രാജ്ഞിയുമായി. ഇത്തരം സ്വീകാര്യത കത്തോലിക്ക സഭയിൽ യേശുവിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യേശുവിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അനങ്ങാത്ത കത്തോലിക്കർ മറിയത്തിനെതിരെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ വികാരപരവശരായി അക്രമാസക്തരാകുന്നു എന്നത് പലരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിനാൽ ഈ കത്തോലിക്ക മതം മറിയ മതമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം മറിയത്തോടുള്ള ഭക്തിക്ക് അവർ കൊടുക്കുന്നത്ര തീഷ്ണത യേശുവിനോടുള്ള ഭക്തിക്ക് കൊടുക്കുന്നില്ല. യേശുവിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അവർക്ക് വേദനിക്കുന്നില്ല. മറിയത്തെ നിഷേധിച്ചാൽ അവർക്ക് വേദനിക്കും. യഥാർത്ഥ മറിയത്തെ ആരും നിഷേധിക്കുന്നില്ല. എന്നാൽ ആ മറിയത്തിൻ്റെ പേരിൽ ഇന്ന് മറിയ ഭക്തി ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന കപടാത്മാക്കളെ മാത്രമേ നാം എതിർക്കാറുള്ളൂ. അതിനെ പോലും അവർ കോപാക്രാന്തരായി നമ്മെ എതിർക്കുന്ന ഒരു സാഹചര്യം നാം കാണുന്നു. അത് തെറ്റായ ഏതോ ആത്മാവിൻ്റെ ഒരു പ്രകടനമാണ് എന്ന് വ്യക്തമാണ്. കാരണം യേശുവിൻ്റെ മഹത്വത്തിലാണ് ദൈവം മഹത്വപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് യേശുവിനെ മാത്രമേ മഹത്വപ്പെടുത്തുകയുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ അടുക്കലേക്ക് എല്ലാ മനുഷ്യരെയും ആകർഷിക്കും. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് യേശുവിലേക്ക് മനുഷ്യരെ നയിക്കാത്ത, തന്നിലേക്ക് തന്നെയോ മറ്റുള്ളവരിലേക്കോ മനുഷ്യരെ ആകർഷിക്കുന്നവരാരും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരല്ല എന്നാണ്. മറിച്ച് അവയെല്ലാം ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മശക്തികളുടെ കൗശലപൂർവമായ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ്. ദൈവത്തോടുള്ള വിധേയത്വത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന തന്നോടുള്ള വ്യക്തിപരമായ ആത്മീയ ബന്ധം മാനുഷികമായ ജഡിക ബന്ധങ്ങളെക്കാൾ വളരെയധികം പ്രധാനവും ഉന്നതവുമാണ് എന്ന് യേശു പഠിപ്പിച്ചു. മറിയത്തിന് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ സാധിച്ചതൊക്കെയും മരണശേഷവും സാധിക്കുമെന്ന് അനുമാനിക്കുന്നത്
ബൈബിൾ പരമായി യാതൊരു അടിസ്ഥാനവുമില്ലാത്തതും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതും ദൈവ സത്യത്തിന് വിരുദ്ധവുമാണ്.